രത്തൻ മോഹിനി ദാദിജിക്ക് നിമിത്തമായുള്ള ഭോഗ് സന്ദേശം. ഇന്ന് എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ ഓർമ്മകൾ സ്വീകരിച്ചുകൊണ്ട് വിശേഷ ദിവസത്തിൽ വിശേഷ ഭോഗ് അർപ്പിക്കുവാനായി ബാബ വതനത്തിലേക്ക് വിളിച്ചു. ഇന്ന് വതനത്തിലെ ദൃശ്യം വളരെ അനുപമമായിരുന്നു. ഒരു വളരെ വലിയ കൊട്ടാരം ഉണ്ടായിരുന്നു. വളരെ വലിയ പാലസ് ആയിരുന്നു. അവിടെ വളരെയധികം സന്തോഷങ്ങൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ബാൻഡ് മേളങ്ങൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതിലേക്ക് ഞാൻ പോകണമോ? എന്ത് ചെയ്യട്ടെ? കൊട്ടാരത്തിലേക്ക് നോക്കിയപ്പോൾ ബാബ ആ കൊട്ടാരത്തിൽ നിന്നും വരികയായിരുന്നു. ഇടയ്ക്ക് വെച്ച് ബാബ നിന്നു. ബാബ പറഞ്ഞു, കുട്ടിയും വരൂ. അപ്പോൾ ബാബയും ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ആദ്യം ബാബ വളരെയധികം സ്നേഹം നിറഞ്ഞ ദൃഷ്ടിയിലൂടെ കൂടിക്കാഴ്ച നടത്തി. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ബാബ പറഞ്ഞു, കുട്ടിക്ക് ആശ്ചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വതനത്തിലെ ഈ കൊട്ടാരം എന്താണെന്ന്. ബാബ പറഞ്ഞു, നോക്കൂ, ഈ കൊട്ടാരത്തിൽ വളരെ റോയലായ ഒരു രാജകുമാരിയുടെ ജന്മം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ, ആരാണ് ആ പ്രിൻസസ്? അപ്പോൾ വളരെയധികം സുന്ദരമായ രൂപത്തിൽ ഞാൻ കണ്ടത് ഇതാണ്, നമ്മുടെ ദാദി രത്തൻ മോഹിനിജി ഒരു പ്രിൻസസിന്റെ രൂപത്തിലായിരുന്നു. വളരെയധികം സുന്ദരവും റോയലും. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. ഞാൻ ഒരല്പം ആശ്ചര്യപ്പെടുകയായിരുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, വർത്തമാന സമയത്ത് ചില ട്രാൻസിഷൻസ് അഥവാ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തു പറയട്ടെ? ട്രാൻസിഷൻ ആണ്, പരിവർത്തനമല്ല. ഞാനത് പറയാം. ബാബ പറഞ്ഞു, നോക്കൂ, ദാദിക്ക് സമയമായിരിക്കുകയാണ്. എന്നാൽ അതിനോടൊപ്പം അന്യ പല ആത്മാക്കളും വർത്തമാന സമയത്ത് അഡ്വാൻസ് പാർട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാബ പറഞ്ഞു, ഇതും സത്യയുഗി ലോകത്തിൻ്റെ ഒരു തയ്യാറെടുപ്പാണ്. അതിൽ അഡ്വാൻസ് പാർട്ടിക്ക് മാത്രമല്ല റോൾ. എന്നാൽ ഈ സമയത്ത് ഏത് ആത്മാക്കളാണോ അപ്രതീക്ഷിതമായി പോയിക്കൊണ്ടിരിക്കുന്നത്, ബാബ പറഞ്ഞു, അവരുടെ പാർട്ട് ഇപ്പോൾ റോയൽ ഫാമിലിയിൽ ആരംഭിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാബ പറഞ്ഞു, ബാബ പറയുന്നുണ്ട്, കുട്ടികളെ ഫരിസ്തയാകൂ എന്ന്. എന്നാൽ ഈ ഫരിസ്തകളായ നിങ്ങളെല്ലാവരും റോയൽ ഫാമിലിയിലെയും മെമ്പേഴ്സാണ്. ദാദിയുടെ രൂപത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആദി രത്നങ്ങളിൽ ഒരു അവസാനത്തെ രത്നമായിരുന്നു. ബാബ ആ ട്രാൻസിഷന്റെ കാര്യം പറഞ്ഞു. ബാബ എല്ലാ അഡ്വാൻസ് പാർട്ടിയിലുള്ള ദാദിമാരെയും എമർജ് ചെയ്തു. ബാബ പറഞ്ഞു, അഡ്വാൻസ് പാർട്ടിയിലുള്ളവരുടെ പാർട്ട് വേറെയാണ്. രത്തൻ മോഹിനി ദാദി പോയി. മറ്റ് ആത്മാക്കളും പോയിക്കൊണ്ടിരിക്കുകയാണ്. രത്തൻ മോഹിനി ദാദിയുടെ പാർട്ട് റോയൽ ഫാമിലിയിലാണ്. റോയൽ ഫാമിലിയും അഡ്വാൻസ് പാർട്ടിയും. അപ്പോൾ ഇന്ന് ബാബ പുതിയൊരു രഹസ്യം പറയുകയായിരുന്നു. ഒരു ഭാഗത്ത് നമ്മുടെ അഡ്വാൻസ് പാർട്ടി, മറുഭാഗത്ത് റോയൽ ഫാമിലിയും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബ ചോദിച്ചു, താങ്കൾ ദാദിയെ ഏത് രൂപത്തിലാണ് കാണുവാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, 2 രൂപത്തിലും. രാജകുമാരിയുടെ രൂപത്തിലും കാണുവാൻ ആഗ്രഹിക്കുന്നു, ദാദിയുടെ രൂപത്തിലും കാണുവാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ആ ദൃശ്യം അവസാനിച്ചു. ദാദി ബാബയുടെ മുന്നിൽ കൂടെ ഇരിക്കുകയായിരുന്നു. അഡ്വാൻസ് പാർട്ടിയിൽ ഉള്ളവരും പുതിയ രീതിയിലുള്ള അലകൾ അഥവാ പുതിയ രീതിയിലുള്ള സന്തോഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായും എന്തെങ്കിലും രഹസ്യം ഉണ്ടായിരിക്കും. അതിനുശേഷം ബാബ പറഞ്ഞു,
റോയൽറ്റി എന്നത് പ്യൂരിറ്റിയുടെ റോയൽറ്റി ഉണ്ട്, ഇച്ഛാമാത്രം അവിദ്യയുടെ റോയൽറ്റി ഉണ്ട്, നിറവിൻ്റെ റോയൽറ്റി ഉണ്ട്. അപ്പോൾ റോയൽറ്റിയുടെ സംസ്കാരം ഉണ്ട്. അഡ്വാൻസ് പാർട്ടിയിലെ ആത്മാക്കളും റോയലാണ് എന്നത് നിസ്സംശയമാണ്. എന്നാൽ അവരുടെ ഏതൊരു പാർട്ടാണോ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വ്യത്യസ്തമാണ്. ഇത്തരത്തിലുള്ള റോയൽറ്റിയുടെ പേഴ്സണാലിറ്റീസ് ഉള്ളവരുടെ പാർട്ട് വേറെയായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ദാദിയെ അഡ്വാൻസ് പാർട്ടിയിലേത് എന്ന് പറയുകയില്ലേ? അപ്പോൾ ബാബ പുഞ്ചിരിച്ചു. ബാബ പറഞ്ഞു, ദാദിയും അഡ്വാൻസ് പാർട്ടിയിലേത് തന്നെയാണ്. ഒരു ഭാഗത്ത് ഫരിഷ്ത, മറ്റൊരു ഭാഗത്ത് റോയൽ പ്രിൻസസ്, റോയൽറ്റിയുടെ പേഴ്സണാലിറ്റി ഉള്ളവർ. ബാബ പറഞ്ഞു, ഈ സമയത്ത് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഈശ്വരീയ പരിവാരത്തിൽ സ്വയം കാണപ്പെടും. എങ്ങനെയാണ് ഇപ്പോൾ റോയൽ സംസ്കാരം അഥവാ റോയൽറ്റിയുടെ ആ പ്രഭാവം വളരെയധികം ഉണ്ടാകും എന്നത്. ബാബ എല്ലാ കുട്ടികളുടെയും നേർക്ക്, നിങ്ങളെല്ലാവരുടെയും നേർക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ സമയത്ത് എല്ലാവരും സ്വയം തന്നെ എല്ലാ പ്രകാരത്തിലുമുള്ള റോയൽറ്റിയുടെ സംസ്കാരം ഉണ്ടാക്കൂ. ലോകത്തിൽ ഇച്ഛകൾ ഉണ്ട്, വേണം വേണം എന്നതുണ്ട്. താങ്കളുടെ റോയൽറ്റി എന്നാൽ നമ്മൾ സദാ നിറഞ്ഞിരിക്കുന്നു എന്നത്. എല്ലാ പ്രാപ്തികളും ഉണ്ട്. അപ്പോൾ താങ്കളുടെ മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും ഇപ്പോൾ റോയൽറ്റി കാണപ്പെടണം. ഞാൻ പറഞ്ഞു, ബാബ ലീലാബഹൻ ദാദിയെ വളരെയധികം ഓർമ്മിക്കുകയാണ്, ആഹ്വാനവും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാബ പുഞ്ചിരിച്ചു. പിന്നെ ലീലാബഹനെ ദാദി, ഒരു ഭാഗത്ത് ദാദിയും ഒരു ഭാഗത്ത് ബാബയും രണ്ടുപേരും ചേർന്ന് ആശ്ലേഷിച്ചു. ലീലാബഹനോട് പറഞ്ഞു, ബഹൻ വളരെയധികം ഹൃദയപൂർവം പൂർണ്ണ താല്പര്യത്തോടെ വളരെയധികം സേവനവും ചെയ്തു. കൂടെ ഇരുന്നു കൊണ്ട് വളരെയധികം ഗ്രഹിക്കുകയും ചെയ്തു. ലീലാബഹന് ബാബ വളരെയധികം സ്നേഹസ്മരണകൾ നൽകി. ഞാൻ പറഞ്ഞു, ബാബ, ലീലാബഹന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു ദാദി വരണം എന്ന്, ഒരു തവണ എല്ലാവരെയും ദർശിക്കണം എന്ന്. ബാബ പിന്നെ പുഞ്ചിരിച്ചു. അല്ലാത്ത പക്ഷം പലപ്പോഴും ബാബ പറയുന്നത്, ശരി, ഞാൻ കൊണ്ടുപോകാം എന്നാണ്, അല്ലെങ്കിൽ അയക്കാം എന്നാണ്. പക്ഷേ ഇന്ന് ബാബ പുഞ്ചിരിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, ബാബ, നമ്മുടെ അടുക്കൽ വർത്തമാന സമയത്ത് നിമിത്തമായ സഹോദരീ സഹോദരന്മാർ വന്നിരിക്കുകയാണ്. വർത്തമാന സമയത്തേക്കും ഭാവിയിലേക്കുമുള്ള സേവനത്തിൻ്റെ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വ ഉന്നതിയുടെ കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബ പറഞ്ഞു, ഏതെല്ലാം പ്ലാനുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ, കുട്ടികളെല്ലാവരും വിവേകശാലികളാണ്, യോഗ്യരാണ്. നല്ല പ്ലാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബാബ ഇങ്ങനെ കാണിച്ചു തന്നു, ഈ സഭ ഉള്ളതുപോലെ ഇതിനേക്കാൾ വലിയൊരു സഭ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ബാബ പറഞ്ഞു, വർത്തമാന സമയത്ത് വിശ്വത്തിൻ്റെ അന്തരീക്ഷം ഏതെന്നാണോ അതനുസരിച്ച് വിശ്വശാന്തി, തൻ്റെ സ്വധർമ്മം ശാന്തിയാണ്, തൻ്റെ വീട് ശാന്തിധാമമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസിൽ അനുഭവം ഉണ്ടാക്കിക്കൂ. അതിലൂടെ മുഴുവൻ വിശ്വത്തിലും ഇങ്ങനെ തോന്നണം, എവിടെ നിന്നോ ഉള്ള ശാന്തിയുടെ വൈബ്രേഷൻസ്, ശാന്തിയുടെ സന്ദേശം. ബാബ പറഞ്ഞു, ഇങ്ങനെ മുഴുവൻ വിശ്വത്തിലും താങ്കളുടെ വൈബ്രേഷൻസ് എത്തിച്ചേരും. അപ്പോൾ ഒരു ഭാഗത്ത് വിനാശം പ്രജ്വലിതമായി കൊണ്ടിരിക്കുകയാണ്,
ജ്വാല വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു ഭാഗത്ത് നിങ്ങൾ എല്ലാവരിലും സ്ഥാപനയുടെ കാര്യത്തിൻ്റെ ഉന്മേഷവും ഉത്സാഹവും. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, ഏത് കാര്യമാണ് തീവ്രമായി നടന്നുകൊണ്ടിരിക്കുന്നത്? വിനാശത്തിൻ്റെയാണോ താങ്കളുടേതാണോ? ഞാൻ പറഞ്ഞു, ബാബ, അങ്ങ് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് നമ്മളെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വത്തിൽ ഇന്ന് ഇത്രയും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതും അങ്ങ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബ പറഞ്ഞു, നോക്കൂ, വളരെ വേഗം അവരുടെ തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. തീ പടർന്നുകൊണ്ടും ഇരിക്കുകയാണ്. താങ്കളുടേത് തപസ്യയുടെ അഗ്നിയാണ്, യോഗത്തിൻ്റെ അഗ്നിയാണ്. അതും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വർദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ബാബ പറഞ്ഞു, അവരുടെ അഗ്നിയും താങ്കളുടെ അഗ്നിയും തമ്മിൽ ചെറിയൊരു അന്തരമാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ, അങ്ങ് എന്താണ് പറയുന്നത്? അവരുടേതാണോ തീവ്രം? അപ്പോൾ ബാബ പറഞ്ഞു, ഒരൽപ്പം. ഇപ്പോൾ എല്ലാവരും എന്താണ് ചെയ്യേണ്ടത്? ബാബ പറഞ്ഞു, യോഗാഗ്നി, യോഗബലം വർദ്ധിപ്പിക്കേണ്ട വളരെയധികം ആവശ്യമുണ്ട്. കാരണം ബാബ പറഞ്ഞു, വളരെ വേഗത്തിൽ ഇപ്പോൾ കാണും. കാരണം വിനാശത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ആരംഭിച്ചു കഴിഞ്ഞു. മുഴുവൻ വിശ്വത്തിലും നിങ്ങളുടെയും പ്രഭാവം ഉണ്ടാകും. അത് ഈ യോഗബലത്തിലൂടെയും ശാന്തിയുടെ ശക്തിയിലൂടെയും ആയിരിക്കും. നമ്മൾ സ്ഥാപനയ്ക്ക് നിമിത്തമാണ്, അവർ വിനാശത്തിന് നിമിത്തമാണ്. അവരുടെ അഗ്നിയും നമ്മുടെ അഗ്നിയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു തന്നുകൊണ്ട് നമ്മുടെ ശ്രദ്ധ വരുത്തുകയായിരുന്നു. എത്ര തന്നെ സേവനം ചെയ്താലും താങ്കളുടെ യോഗാഗ്നിയുടെയും ശാന്തിയുടെയും പ്രഭാവം മുഴുവൻ വിശ്വത്തിലും എത്തിച്ചേരണം. ബാബ പറഞ്ഞു, എല്ലാവരും നന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് ബാബ വീണ്ടും ഇത്രയും വലിയ നിമിത്തമായിരിക്കുന്ന സംഘടന ഉള്ളത് കാരണം സൂചന നൽകുവാൻ ആഗ്രഹിക്കുന്നു. എന്ത് പ്ലാൻ ഉണ്ടാക്കിയാലും അതിൻ്റെ ഉള്ളിൽ വിശ്വശാന്തിയുടെ വൈബ്രേഷൻസും ഉണ്ടായിരിക്കണം, സന്ദേശവും ഉണ്ടായിരിക്കണം. എല്ലാവർക്കും ഈ സന്ദേശം ലഭിക്കണം. പരംപിത പരമാത്മാവ് വിശ്വത്തിലെ ശാന്തി സ്ഥാപിക്കുന്നവരാണ്. ആ ഒന്നിലൂടെ ബാബയുടെ കുട്ടികളേവരും, ഈ എല്ലാ ആത്മാക്കളും വിശ്വത്തിൽ ശാന്തി വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ ഇപ്രകാരം പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, ബാബ, പലരും ചോദിക്കുന്നു, ഇങ്ങനെയുള്ള ഒരു സമയം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സേവനത്തിൻ്റെ കാര്യത്തിലല്ല, എന്നാൽ തൻ്റെ വ്യക്തിഗത ജീവിതത്തിൽ ഓരോരുത്തർക്കും ഈ ഒരു ചിന്ത നടക്കുന്നു, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ ബാബ പറഞ്ഞു, നോക്കൂ, ബാബ മുൻപും ഗുൽസാർ ദാദിയുടെ ഭോഗ് വയ്ക്കുന്ന സമയത്ത് ബാബ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, വിസ്താരത്തെ ഒതുക്കൂ, സഫലമാക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ, ഒതുക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഒതുക്കുക എന്നതിനെ കുറിച്ച് അങ്ങ് എന്താണ് പറയുന്നത്? ബാബ പറഞ്ഞു, നോക്കൂ, ഒന്നാമതായി സ്വയം ചിന്തിക്കുന്നതും വിസ്താരത്തിലുമായിരിക്കണം. അതിൻ്റെ സാരവും ഉണ്ടായിരിക്കണം. സ്കാറ്റേർഡ് അഥവാ ചിതറിക്കിടക്കുന്നതിനെ, അത് തൻ്റെ വൃത്തിയായാലും സങ്കല്പമായാലും അതിനെ ഒതുക്കുവാനുള്ള ശക്തി വർദ്ധിപ്പിക്കൂ, സഫലമാക്കൂ. സങ്കല്പങ്ങളെ, സമയത്തെ, എല്ലാത്തിനെയും സഫലമാക്കൂ. ബാബ പറഞ്ഞു, ദാദി രത്തൻ മോഹിനി പോയതിനു ശേഷമുള്ള ട്രാൻസിഷൻ ഇടയിലുള്ള സമയമാണ്. അതിൽ സ്ഥാപനയും വിനാശവും. അതിനോടൊപ്പം ബാബ പറഞ്ഞു, എല്ലാ കുട്ടികളും രമണീകമായിരിക്കും.
ഗംഭീരവും, അതായത് ഗൗരവമുള്ളവരും ആയിരിക്കൂ. കാരണം സമയം ഗൗരവമുള്ളതാണ്. കുട്ടികളായ നിങ്ങളെല്ലാവരും വളരെയധികം രമണീകവും ആയിരിക്കണം, ഹർഷിതവും ആയിരിക്കണം. എന്നാൽ ആഴത്തിലുള്ള ഗംഭീരതയും വർത്തമാന സമയത്ത് ആവശ്യമാണ്. കാരണം ഗംഭീരതയിൽ തന്നെയാണ് നിങ്ങൾക്ക് ബാബയുടെ ഭാഗത്തു നിന്നും ഓരോ കാര്യത്തിൻ്റെയും പ്രേരണയും ടച്ചിങ്ങും ലഭിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് വചനത്തിൽ ഒരു പുതിയ തരത്തിലുള്ള അനുഭവം ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ട്രാൻസിഷൻ എന്ന വാക്ക് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: രത്തൻ മോഹിനി ദാദിയുടെ ഈ പാർട്ടിൻ്റെ പരിവർത്തനം ഉണ്ടായതിലൂടെ മുഴുവൻ വിശ്വത്തിലും ബ്രാഹ്മണ പരിവാരത്തിലും വലിയ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗം നടക്കുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ ചില കാര്യങ്ങൾ സംസാരത്തിലൂടെ പറയുന്നു. ചിലത് കേവലം ദൃശ്യം മാത്രമായി മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ബാബയുടെ സന്ദേശം ഇതാണ്: ഏറ്റവും അധികം എത്രത്തോളം സാധിക്കുമോ തൻ്റെ ഓർമ്മയുടെ താല്പര്യത്തിൽ, ബാബ പറഞ്ഞു, കേവലം സ്നേഹമല്ല, സ്നേഹത്തിൽ ലീനമാകുന്നതിൻ്റെ ആവശ്യകതയുണ്ട്. ഇപ്രകാരം പറഞ്ഞ ശേഷം ബാബ തൻ്റെ 2 കൈകളും ഉയർത്തി പറഞ്ഞു, ഓരോരോ കുട്ടിക്കും വളരെയധികം സ്നേഹം. ദാദിയും പറഞ്ഞു, ഏതുപോലെ ബാബ നിങ്ങളെല്ലാവരെയും തൻ്റെ കൈകൾക്കുള്ളിൽ പൂർണ്ണമായും ഒതുക്കിയിരിക്കുകയാണ്. ദാദിയും നിങ്ങളുടെ കൂടെയുണ്ട്. താങ്കളെല്ലാവരും ദാദിയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അത്രയും തന്നെ ദാദിയും നിങ്ങളെല്ലാവരെയും ഓർമ്മിക്കുകയാണ്. ഇപ്രകാരം പറഞ്ഞ ശേഷം ബാബ എല്ലാവർക്കും സ്നേഹസ്മരണകൾ നൽകി. ഞാൻ ഇവിടെ എത്തിച്ചേർന്നു. ഓം ശാന്തി.